പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം നിയമാവർത്തനം 6:2 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. നിങ്ങളും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും ഞാനിന്ന് നൽകുന്ന ദൈവമായ കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിതകാലം മുഴുവൻ അവിടുത്തെ ഭയപ്പെടുന്നതിനും നിങ്ങൾക്ക് ദീർഘായുസ്സുണ്ടാകുന്നതിനും വേണ്ടിയാണ് ഇവ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും, ഈശോ നമുക്ക് മനസ്സിലാക്കി തരികയാണ് അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുന്നതിലൂടെ ദീർഘായുസ് നമുക്കുണ്ടാകുന്നതിനെ പറ്റി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയുവാനുള്ളത്, വചനം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും. എൻ്റെ പൊന്നു സഹോദരരെ, നിങ്ങളും നമ്മളിലേക്ക് തന്നെ ഈ കാലഘട്ടത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. ഈശോ നൽകിയ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ചാണോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്? അതോ നിങ്ങളും ആ പ്രമാണത്തിൽ നിന്നും ചട്ടങ്ങളിൽ നിന്നും മാറി ആ കൽപ്പനകൾ ലംഘിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത് എന്ന് നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഈ നിമിഷം. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു, ജെറമ്യ 15:19 ഈശോ നമുക്ക് കാണിച്ചു തരുന്നത് ഇങ്ങനെയാണ്. ഈശോ പറയുന്നു, നീ തിരിച്ചു വന്നാൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏതൊരവസ്ഥയിലാണോ നിങ്ങളും നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണം. വചനം പറയുന്നത് എങ്ങനെയാണ്? നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ ഞാൻ പുനഃസ്ഥാപിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോ പറയുന്ന വചനമാണ് പ്രിയപ്പെട്ടവരെ, ജെറമ്യ 15:19. അപ്പോൾ നിങ്ങൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണം. നമ്മൾ ഈശോയുടെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവരാണോ എന്ന്. അങ്ങനെ ജീവിക്കുന്നവരാണെങ്കിൽ വചനം പറയുന്നത് എങ്ങനെയാണ്? നമുക്ക്, നമ്മളുടെ മക്കൾക്ക്, നമ്മുടെ തലമുറകൾക്ക് അവിടുന്ന് ദീർഘായുസ് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമെന്ന്. അവിടുന്ന് എപ്പോഴും നമ്മെ അനുഗ്രഹിക്കുന്നൊരു ദൈവമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും തിരിച്ചു വരുവാൻ സാധിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ.